ഒരു വാക്കായാലും ഒരു ചെറു പുഞ്ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കാതിരിക്കുക. പിന്നീട് കൊടുക്കുവാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടാകണമെന്നില്ല. അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളോ മറ്റുള്ളവരുടെ നന്മകളോ കാണുന്നില്ല. ഒരിക്കലും ഒരാളെയും പൂർണ്ണമായി മനസ്സിലാക്കി എന്ന് ധരിച്ചു വയ്ക്കരുത്. എത്രയൊക്കെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവസ്ഥയോ സാഹചര്യമോ മാറുമ്പോൾ അവരുടെ മറ്റൊരു മുഖം കൂടി നമുക്ക് കാണേണ്ടി വരും. കേൾക്കുന്നതെന്തും ഉടനടി വിശ്വസിക്കരുത്. ചിന്തിക്കൂ, സത്യത്തേക്കാൾ നുണയാണ് വേഗം പടരുന്നത്. നന്ദി വാക്കായാലും നല്ല വാക്കായാലും ഹൃദയത്തിൽ നിന്നാവുക എന്നത് പ്രധാനമാണ്. ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാനോ ആശ്വസിപ്പിക്കാനോ നമുക്ക് കഴിയില്ലായിരിക്കാം. എന്നാൽ ഒരുപാട് പേരെ ദുഃഖിപ്പിക്കാതിരിക്കാൻ നമുക്ക് കഴിയും. ആഗ്രഹിക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ സഞ്ചരിക്കുന്ന വഴികളിൽ സന്തോഷം കണ്ടെത്താൻ കഴിയുന്നതാണ് ജീവിതം. വീണുപോകുമെന്ന് തോന്നുമ്പോൾ കൈപിടിച്ചുയർത്തുന്ന ഒരാളെങ്കിലും നമ്മുടെ കൂടെയുണ്ടെങ്കിൽ അതൊരു ഭാഗ്യമാണ്. നമ്മുടെ വിജയം കാണാനും അഭിനന്ദിക്കാനും ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അതിനു മുൻപ് നീന്തിക്കയറിയ സങ്കടക്കടലുകൾ, പരിഹാസങ്ങൾ എന്നിവയ്ക്ക് വിലയിടാൻ ആർക്കുമാവില്ല. അല്ലെങ്കിൽ ആരും അത് കാണില്ല. പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. തോറ്റുപോകുമോ എന്നതിലല്ല, വിജയിച്ചു പോകുമോ എന്നോർത്താണ് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെക്കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടാറുള്ളത്. എല്ലാവരെയും സ്നേഹിക്കുക, എന്നാൽ കുറച്ചുപേരെ മാത്രം വിശ്വസിക്കുക. എല്ലാം യാഥാർത്ഥ്യമാണ്, എന്നാൽ എല്ലാവരും സത്യസന്ധരല്ല. നിശബ്ദമായ പിൻവാങ്ങൽ ചിലയിടങ്ങളിൽ അനിവാര്യമാണ്. വേദനിപ്പിക്കാൻ 100 പേരുണ്ടെങ്കിലും സന്തോഷം നൽകാൻ ഒരാളെങ്കിലും കാലം നമുക്കായി കരുതി വെച്ചിട്ടുണ്ടാകും. അതൊരു പ്രപഞ്ച സത്യമാണ്. തിരക്കൊഴിയുമ്പോൾ തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചെടുക്കാൻ ആഗ്രഹിച്ച പലതും നഷ്ടപ്പെട്ട് കാണും. തിരിച്ചറിയുക, ജീവിതം വളരെ കുറഞ്ഞ സമയം മാത്രമാണ്. ആരുടെയെങ്കിലും കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ വരാൻ നിങ്ങൾ കാരണമായി എങ്കിൽ ഓർക്കുക, കാലം അതിനേക്കാൾ ഇരട്ടി നൊമ്പരങ്ങൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ടാകും.